കർമ്മ. ഇത് രണ്ടും നമ്മൾ പറയാറുണ്ട്. നീ ചെയ്തത് എന്താണോ അത് തന്നെ നീ അനുഭവിക്കും, തിരിച്ചു വരും. അവിടെ എങ്ങനെയാണ് ഈ മണി മാനിഫെസ്റ്റേഷനും കർമ്മയും തമ്മിൽ റിലേറ്റഡ് ആകുന്നത്? മാനിഫെസ്റ്റേഷനിലെ വൈബ്രേഷൻ മെത്തേഡ് ഉണ്ട്. വൈബ്രേഷൻ മെത്തേഡിലുള്ള മാനിഫെസ്റ്റേഷനേ നടക്കൂ. യെസ്, അതിലേക്ക് നമുക്ക് വരാം. 10 പൈസ കയ്യിലില്ലായിരിക്കും കേട്ടോ. ഹൗ ഇറ്റ്സ് ഹാപ്പൻ നമ്മൾ ചിന്തിക്കും, എങ്ങനെ സംഭവിക്കും? എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല, ഞാൻ ഈ കാര്യത്തിലേക്ക് എങ്ങനെയാണ് സംഭവിക്കപ്പെടുക? ഇവിടെ ഞാനൊരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് സാഫല്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി പല ഡോർ ഓപ്പൺ ചെയ്തു തരും. നമ്മൾ പ്രതീക്ഷിക്കാതെയായിരിക്കും ചില ജോബിൻ്റെയോ ബിസിനസ്സിൻ്റെയോ ഒക്കെ ഓഫർ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഓവർ തിങ്ക് ചെയ്യരുത്. എന്തിനാ ഓവർ തിങ്ക് ചെയ്യണം? ഓവർ തിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസിക്കുക, ബിലീവ്. ആസ്ക്, ബിലീവ്, റിസീവ് എന്നാണ് ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ്റെ 3 കോഡ് വരുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഷാഹിദ ഷെയ്ഖാണുള്ളത്. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. അതെ. പക്ഷെ അതിലെല്ലാം വ്യത്യസ്തമായ ടോപ്പിക്കാണ് മാനിഫെസ്റ്റേഷൻ. എല്ലാവരും ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണം, ടൈമിങ് വെച്ച് 11, 11 ഏഞ്ചൽ നമ്പറൊക്കെ വെച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ വരുന്ന ഒരു സാധനമാണ് കർമ്മ. ഇത് രണ്ടും നമ്മൾ പറയാറുണ്ട്. നീ ചെയ്തത് എന്താണോ അത് തന്നെ നീ അനുഭവിക്കും, തിരിച്ചു വരും. അവിടെ എങ്ങനെയാണ് ഈ മണി മാനിഫെസ്റ്റേഷനും കർമ്മയും തമ്മിൽ റിലേറ്റഡ് ആകുന്നത്? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അത് മണിയെ ബേസ് ചെയ്ത് മാത്രമല്ല. എന്താണ് രാഹുലിൻ്റെ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതി, അതൊന്ന് പറയൂ. അതിനുശേഷം ഞാനത് പറഞ്ഞു. മാനിഫെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി മാനിഫെസ്റ്റേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആലോചിക്കും, അല്ലെങ്കിൽ ഫോണിൽ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് വെച്ചേക്കും. ഇത്ര നാൾക്കുള്ളിൽ നോട്ട് പാഡിൽ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് വെച്ചേക്കും. അങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യാറുള്ളത്. ഓക്കെ. മാനിഫെസ്റ്റേഷനിൽ ഒരു വൈബ്രേഷൻ മെത്തേഡിനെ കുറിച്ച് അറിയോ? ഇല്ല. യെസ്, അവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത്. മാനിഫെസ്റ്റേഷനിലെ വൈബ്രേഷൻ മെത്തേഡ് ഉണ്ട്. വൈബ്രേഷൻ മെത്തേഡിലുള്ള മാനിഫെസ്റ്റേഷനേ നടക്കൂ. അങ്ങനെയാണ് വൈബ്രേറ്റ്. യെസ്, അതിലേക്ക് നമുക്ക് വരാം. അതാണ് അവിടെ കർമ്മയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അത് സെക്കൻഡ് പറയാം. കർമ്മ എന്താണെന്നുള്ളത് നമുക്ക് സെക്കൻഡ് പറയാം. മിക്കവാറും നമ്മൾ കർമ്മയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. എന്നാൽ കൂടിയും ഈ മാനിഫെസ്റ്റേഷൻ, ഇപ്പോൾ ഒരു കാര്യം സംഭവിക്കപ്പെടണം, ഒരാഗ്രഹമുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു കാറ് വാങ്ങിക്കണം. അതിൽ നിത്യം എഴുതുകയാണ്, വിഷ്വലൈസേഷൻ ഉണ്ട്, അഫർമേഷൻസ് ഉണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് വാട്ടർ ടെക്നിക്ക് ചെയ്യുന്നുണ്ട്, കിടക്കാൻ നേരത്ത് വാട്ടർ ടെക്നിക്ക് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സംഭവിക്കപ്പെടുന്നില്ല. അപ്പോൾ രാഹുലിൻ്റെ മനസ്സിൽ എന്താ സംഭവിക്കുക? ഒരു നിരാശ. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, വെറുതെ ആളുകളെ പറ്റിക്കുന്നത്, വെറുതെ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നതാണ്. മാനിഫെസ്റ്റേഷനിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ജീവിക്കാം. ഓഫ് കോഴ്സ് നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ജീവിക്കാം. മാനിഫെസ്റ്റ് ചെയ്ത് വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. നമ്മൾ പണ്ടൊരിക്കലും ഒരു ചാപ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ മോട്ടിവേഷൻ സ്പീക്കിങ്ങിനെ കുറിച്ചിട്ട്. മോട്ടിവേഷൻ സ്പീക്കിംഗ് മാത്രം കൊണ്ടൊന്നും നേടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടോ വിഷ്വലൈസ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ അഫർമേഷൻസ് എഴുതിയത് കൊണ്ടോ നമ്മൾ തുടരെ നമ്മളോട് തന്നെ അതിനെക്കുറിച്ചിട്ട് ഒറ്റയ്ക്കുള്ള സമയത്ത് സംസാരിച്ചത് കൊണ്ടോ ഒന്നും ഇത് സംഭവിക്കപ്പെടണമെന്നില്ല. ഇത് നമ്മൾ യഥാർത്ഥത്തിൽ റിയാലിറ്റിയിൽ നിൽക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അവിടെയാണ് ഈ വൈബ്രേഷൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ഫീൽ ചെയ്യാണ്, നിങ്ങളതിൽ ആ സംഭവം നിങ്ങളിൽ നടന്നു. ഒരു വാഹനം വാങ്ങിക്കണം, ആ വാഹനത്തിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന പോലെയും 10 പൈസ കയ്യിലില്ലായിരിക്കും കേട്ടോ. ഹൗ ഇറ്റ്സ് ഹാപ്പൻ നമ്മൾ ചിന്തിക്കും, എങ്ങനെ സംഭവിക്കും? എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല, ഞാൻ ഈ കാര്യത്തിലേക്ക് എങ്ങനെയാണ് സംഭവിക്കപ്പെടുക? ഇവിടെ ഞാനൊരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. എന്ത് വേടാന്ന് പറയാമോ? എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല, അത് നെഗറ്റീവ് വേടാണ്. ഇങ്ങനെയാണ് ഇപ്പം മനസ്സിലായോ അത് ആ റൂട്ട് എന്താണെന്നുള്ളത്? അപ്പം ചിന്തിക്കുമ്പോൾ ആ വൈബ്രേഷനിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞു വെച്ചത് നെഗറ്റീവ് വേടാം. നമ്മുടെ ഉള്ളിൽ ആ ഒരു സോള് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന സംഭവത്തിൽ ആദ്യം നെഗറ്റീവിനെയാണ് പറഞ്ഞിട്ട് നിങ്ങൾ ആഗ്രഹത്തിലേക്ക് കടന്നത്. റിയാലിറ്റി ആണ്. പക്ഷേ ആ റിയാലിറ്റിയിൽ അപ്പോൾ ചോദിക്കാതെ ഫേക്ക് അല്ലേ? ശരിയാണ്. ചില ഫേക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കപ്പെടും. നമ്മളുടെ ആഗ്രഹത്തിന് യൂണിവേഴ്സ് അരങ്ങൊരുക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എവിടെ നിന്നൊക്കെയോ മാന്ത്രികതയിലൂടെ പോലെ അല്ലെങ്കിൽ മാജിക്കൽ ഒരു വേൾഡിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കപ്പെടുന്നു എന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസത്തിലൂടെ ഈ വൈബ്രേഷനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എനിക്ക് ആ സമയത്ത് ഇത് വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് എത്തുന്ന സമയത്ത് ഈ സംഭവം സംഭവിക്കപ്പെടാനുള്ള തുക എൻ്റെ കയ്യിൽ വന്നു ചേരും. നിങ്ങളൊരു ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആ ഡേറ്റിനുള്ളിൽ ഏത് വിധമെന്ന് എനിക്കറിയണ്ട, ഞാനിത് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു, പ്രയത്നിക്കുന്നു, കർമ്മ ക്ലിയറാക്കി ഞാൻ പോകുന്നു. അവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് സാഫല്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്
ഈ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി പല ഡോർ ഓപ്പൺ ചെയ്തു തരും. നമ്മൾ പ്രതീക്ഷിക്കാതെയായിരിക്കും ചില ജോബിൻ്റെയോ ബിസിനസ്സിൻ്റെയോ ഒക്കെ ഓഫർ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ഉള്ളിൽ ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കും, പക്ഷേ നമുക്കിത് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളത് നമുക്ക് അറിയാൻ പാടുണ്ടാവില്ല. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യത്തിലേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കണക്ട് ചെയ്യും. കോൺഷ്യസ് മൈൻഡിനോട് അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്നത് ചെയ്യുക. സബ് കോൺഷ്യസ് മൈൻഡ് 3 ആവർത്തിയാണ് നമ്മളിലേക്ക് വോയിസ് തരുള്ളൂ. ആ സമയത്ത് ഇത് ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ഇത് ചെയ്താൽ ശരിയാവും. അതിൻ്റെ പല വിധങ്ങളും ആലോചിക്കും. അപ്പോൾ ഇത് ചെയ്താൽ ശരിയാവോ എന്ന്. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്നൊരു യെസ് എന്നുള്ളൊരു വളരെ തീവ്രമായ ഒരു വൈബ്രേഷനോട് കൂടി ഒരു നോയ്സ് നമുക്ക് കേൾക്കാൻ പറ്റും. യെസ് എന്നുള്ള നോയ്സ്. ആ നോയ്സിനനുസരിച്ച് നമ്മൾ ആ വോയിസിനനുസരിച്ച് നമ്മൾ പോകുന്നതോടുകൂടി നമുക്ക് ഒരു വൈബ്രേഷൻ ഉള്ളിൽ, യെസ് എനിക്കിതിലൂടെ നേടാൻ പറ്റും, ഈ സംഭവം എനിക്ക് സംഭവിക്കപ്പെടും, ആഹ്ലാദം, എന്തിലും ഏത് വഴിയിലും നമ്മൾ സഞ്ചരിക്കുമ്പോഴും യെസ് എനിക്കിതിലൂടെ എത്തിപ്പിടിക്കാൻ പറ്റും. അവിടെ എന്തായി, ഫസ്റ്റ് നമ്മൾ ആ നെഗറ്റീവ് പറഞ്ഞു വെച്ച വേർഡ് മായ്ച്ച് കളഞ്ഞിട്ട് നമ്മളിൽ ഇത് സംഭവിക്കപ്പെടും എന്നുള്ള വൈബ്രേഷൻ ഉറക്കത്തിലും ഊണിലും ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ സ്വപ്നം കാണും. വെറുതെ ഇരിക്കുന്ന സമയത്ത് ദിവാസ്വപ്നം കാണും. കാണുന്നതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളെ പ്രാവർത്തികമാക്കുന്നതാണ്. കാരണം നമുക്കൊരു വഴി തുറന്നു വന്നുല്ലോ. ആ വഴി തുറന്നു വന്നതിൽ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവിടെ വൈബ്രേഷൻ സംഭവിക്കാൻ തുടങ്ങും. സബ് കോൺഷ്യസ് മൈൻഡിലെ വൈബ്രേഷൻ കോൺഷ്യസ് മൈൻഡിൽ, കാരണം കോൺഷ്യസ് മൈൻഡിനോട് പറഞ്ഞത് സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞത് അനുസരിച്ച് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവിടെ ഒരു ഓവർ തിങ്കർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഓവർ തിങ്ക് ചെയ്യരുത്. എന്തിനാ ഓവർ തിങ്ക് ചെയ്യണേ? ഓവർ തിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? പല വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതല്ല. ഒരു വിഷയത്തിൽ തന്നെ അനാവശ്യ ചിന്തകൾ കൊടുത്ത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ് ഓവർ തിങ്കിങ്. അതിനെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഓവർ തിങ്ക് ചെയ്യുന്നത്. പല വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതല്ല. നിങ്ങൾ പോസിറ്റീവായ രീതിയിൽ വാഹനം വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇത്രയും ഒരു ബാങ്ക് അക്കൗണ്ട് ബാലൻസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ പോസിറ്റീവ്. അത് നിങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തയല്ലേ, നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തയല്ലേ. അപ്പോൾ അതിലെങ്ങനെയാണ് ഒരു നെഗറ്റീവ് തോട്ട്സ് കടന്നു വരിക? പറ്റുമോ എന്നുള്ള ആദ്യത്തെ ചിന്ത, അതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ, ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു കാറ് വാങ്ങിക്കണം, ഞാൻ ആദ്യം ആലോചിക്കുന്നത് കാറ് വാങ്ങിക്കണമെങ്കിൽ ഈ കാറിന് ഇത്ര ലക്ഷം രൂപ വേണം, ഈ പൈസ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഇത്ര നാളെടുക്കും, പക്ഷേ ഈ ഇത്രയും നാൾ കൊണ്ട് എനിക്കത് കഴിയില്ല, അല്ലെങ്കിൽ ഇന്ന് വേണ്ട നാളത്തേക്കുള്ള ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു മാസമുള്ള ആഗ്രഹമാണ്, പക്ഷെ അത് ആ ഒരു കാലഘട്ടം കൊണ്ട് നടക്കില്ല എന്നൊരു ഉറപ്പ് നമുക്കില്ലേ. അപ്പം മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടൊരു കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കില്ലേ? അതാണ് ഓവർ തിങ്കിങ് ആണ് ഇല്ലാണ്ടാക്കേണ്ടത്. അവിടെയാണ് വിശ്വാസം കൊടുക്കുക. നിങ്ങളെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് ഇരിക്കട്ടെ, ആ ഗേൾ ഫ്രണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസമല്ലേ? തിരിച്ചങ്ങോട്ടും സ്നേഹം കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസമല്ലേ, ആ കുട്ടിയുടെ വിശ്വാസമല്ലേ? അവിടെ നിങ്ങളൊരു സംശയം വന്നാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ രീതിയിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്, എന്നാലും നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസമുണ്ട്. എന്താണ്? അവർക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആ സ്നേഹം തിരിച്ചു കൊടുക്കുന്നത്. യൂണിവേഴ്സ് നമ്മളെ സ്നേഹിക്കുന്നില്ലേ? നമ്മൾ ഈ ജീവനോടെയും ശ്വാസത്തോടെയും കൂടി നമ്മൾ ഈ ആരോഗ്യത്തോടു കൂടി കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? യൂണിവേഴ്സിനറിയാം തൻ്റെ കുഞ്ഞിനെ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിക്കണമെന്ന യൂണിവേഴ്സിന് നല്ല ബോധവുമുണ്ട്. നമ്മൾക്കാണ് ഈ പറയുന്ന ബോധം മാറ്റിയിട്ട് അഹംഭാവത്തിലേക്കും ഞാനെന്ന ഭാവത്തിലേക്കും നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. ഞാനെന്ന ഭാവം മാറ്റി വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെ സഹായിക്കാൻ ആളുണ്ട്, നമ്മുടെ കൂടെ ഒരു എനർജി ഉണ്ട്, ഈ എനർജി നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടത്തും എന്നുള്ളൊരു ബോധം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നേ. ഈ നിമിഷം തന്നെ നമുക്കത് മനസ്സിലാവും, യെസ് എൻ്റെ കൂടെ ഉണ്ട്, എന്നെ സഹായിക്കാൻ, എൻ്റെ ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടൊരു എനർജി എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച ഈശ്വരൻ അറിയാലോ നമ്മളെ ഏതെല്ലാം റൂട്ടിലൂടെ സഞ്ചരിക്കും, എന്താണ് നമ്മുടെ ആഗ്രഹം, എങ്ങനെയാണ് നമുക്ക് ജീവിക്കേണ്ടത്. ഇത് തന്നെയാണ് ഒരു വിശ്വാസിക്കും വേണ്ടത്. വിശ്വാസി യഥാർത്ഥത്തിൽ വേണ്ടത് അതാണ്. വിശ്വസിക്കുക, ബിലീവ്, ആസ്ക്, ബിലീവ്, റിസീവ് എന്നാണ് ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ്റെ 3 കോഡ് വരുന്നത്. ആസ്ക്, നിങ്ങൾ ബിലീവ്, റിസീവ്. നിങ്ങൾ ചോദിച്ചു, പിന്നെ നിങ്ങൾ വിട്ടേക്കൂ, അതിനുവേണ്ടി വർക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നെഗറ്റീവ് വേർഡ്സ് കൊടുത്തതിന് ശേഷമാണെങ്കിൽ നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുന്നിൽ പല ഡോർ ഓപ്പണായി വന്നല്ലോ. ആ ഡോറിൽ എന്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല? അത് പ്രവർത്തിക്കാതെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അവിടെയല്ലേ ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാതെ ആവുന്നത്. കാരണം ഈ മാനിഫെസ്റ്റേഷൻ ഞാൻ ചെയ്തു, ഇതിലൂടെ മാത്രം എനിക്ക് നേടാൻ പറ്റുമെന്നുള്ള ഒരു അമിത വിശ്വാസം, അത് വേണ്ട. അമിത വിശ്വാസം നല്ലതല്ല. പകരം നമ്മൾ എനിക്ക് ഓപ്പണായി കിട്ടിയ ഡോറിൽ അതെൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള
സംഭവമാണ് എനിക്ക് അവിടെ തുറന്നു വന്നിരിക്കുന്നത്. ഈ സംഭവത്തെ ഞാൻ കറക്റ്റ് രീതിയിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. തന്നിട്ടുണ്ട്, ജോബ് തന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കറക്റ്റായ രീതിയിൽ അതിനെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഫ്ലോപ്പായില്ലേ? ആ പ്രൊജക്റ്റ് ഫ്ലോപ്പായി. ഒരു IT വർക്ക് ചെയ്യുന്ന ഒരു ടീം ലീഡർ, അദ്ദേഹത്തിനായിരിക്കാം അതിനെക്കുറിച്ച് കറക്റ്റായി ഞാനുണ്ടാവേണ്ടത്. ഇതെങ്ങനെ ആരെ അതിൽ പിക്ക് ചെയ്തിട്ട് ഏതൊക്കെ ആളുകളെ മെമ്പേഴ്സിനെ കൊണ്ടിട്ട് ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീഷ് ആക്കുക എന്നുള്ളത്. അതിൽ പ്രോപ്പർ വേയിൽ ആളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രോജക്റ്റ് തെറ്റി. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഓരോ വ്യക്തിത്വങ്ങളിലും വിശ്വാസത്തിൻ്റെ എലമെൻ്റ് ഉണ്ടായിരിക്കണം. അവിടെയാണ് ആസ്ക് വർക്ക് ചെയ്യുള്ളൂ. അല്ല, സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും അവരെ തന്നെ ഒരു സംശയമുള്ള ആളുകളാണ്. 80% ഉണ്ട് 80 90 എന്ന് വേണമെങ്കിൽ പറയാം. അതെ, സെൽഫ് ഡൗട്ട് ഉള്ള ആളുകളാണ് തന്നെ സംശയമാണ്. അപ്പോൾ അവരെങ്ങനെ ഈ മാനിഫെസ്റ്റേഷനെ വിശ്വസിക്കുമെന്നൊരു ചോദ്യമില്ലേ? സെൽഫ് ഡൗട്ടോട് കൂടി നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇപ്പോ ഞാൻ അങ്ങനെ ഒരാളാണ്, പക്ഷെ എനിക്കത് മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിച്ചേ നമ്മൾ മാനിഫെസ്റ്റേഷനിൽ ഇപ്പം നമ്മൾ നമ്മുടെ ചുറ്റുപാടും നോക്കുക. ഒരു 100 പേരെ എടുത്താൽ സക്സസ് ആയി നിൽക്കുന്ന, അച്ചീവ് ചെയ്ത് നിൽക്കുന്ന എത്ര പേരുണ്ടാവും? വളരെ ചുരുക്കം അല്ലേ? വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും നടക്കൂലേ എന്നുള്ള അങ്ങനെയുള്ള കഷ്ടപ്പാട്, ഇങ്ങനെയുള്ള കഷ്ടപ്പാട്, ദുരിതങ്ങൾ, അങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ കൊണ്ട് അവരെ തന്നെ പറഞ്ഞ് കേൾപ്പിക്കുന്നത്, സ്വയം പറഞ്ഞ് കേൾപ്പിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ അതിൽ ഈ സക്സസ് ആയി നിൽക്കുന്ന ആളുകളോട് പോയിട്ട് നമ്മൾ സംസാരിച്ചാൽ കൃത്യമായി അവർ പറയും, ഞാൻ ഇങ്ങനെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തു, ഇത്ര ദിവസത്തിനുള്ളിൽ അത് നടക്കുമോ നടക്കില്ല എനിക്കറിയില്ല, ഞാൻ വർക്ക് ചെയ്തു, അതെനിക്ക് കിട്ടി, ഇറ്റ്സ് മൈ ലക്ക് എന്നൊക്കെ അവർ പറയും. പക്ഷേ അവരുടെ ഉള്ളിൽ ആരും അറിയാത്ത ഒരു ഹിഡനായ ഒരു കേജിനകത്ത്, ഒരു കൂട്ടിനുള്ളിൽ അവരുടെ ഈ വിശ്വാസം വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മളോട് ചിലപ്പോൾ ഡിസ്കസ് ചെയ്തെന്നിരിക്കില്ല, നമ്മളോട് പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചോളൂ നടക്കും എന്ന് മാത്രമായിരിക്കും അവർ പറയുന്നത്. പക്ഷേ അവരുടെ തീവ്രമായ അവരുടെ വിശ്വാസം. ഇവിടെ ഈ ഗുരുക്കന്മാർക്കൊക്കെ എന്താണ് പങ്ക്? അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കോച്ച്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്താണ് അവിടെ ഒരു പങ്ക്? ഒരു പങ്കുമില്ല. നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളെ ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ വേദനിക്കുന്നത് മറ്റൊരു ശരീരത്തിനായിരിക്കുമോ? അല്ല. നിങ്ങളെ തല്ലി, ഇപ്പോൾ രാഹുലിനെ ഞാൻ തല്ലി, രാഹുലിന്റെ ദേഹത്തല്ലേ വേദനിക്കുക, ഫീൽ ചെയ്യുക, സ്പർശനത്തിന്റെ ഫീലിംഗ് നമ്മുടെ ബോഡിയിൽ തന്നെയല്ലേ? അത് വേറൊരാളിൽ വർക്ക് ചെയ്യോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മളല്ലേ ചെയ്യേണ്ടത്? ആഗ്രഹം ആർക്കായിരുന്നു? നമുക്കല്ലേ? അപ്പൊ നമ്മളല്ലേ അത് ചെയ്യേണ്ടത്, ഗുരുക്കന്മാർക്കല്ലേ? ഒത്തിരി പേര് മണി മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്നു, മാം തന്നെ അതെ, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതെ. അപ്പോ ആ പഠിപ്പിക്കുമ്പോൾ പിന്നെ എന്തിനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അവർക്ക് അതിന്റെ അവയർനെസ് ഇല്ലാത്തത് കൊണ്ട്. ഇപ്പൊ തന്നെ രാഹുലിന്റെ അടുത്ത് ചോദിച്ച കുറെ ചോദ്യങ്ങളുണ്ട്. മാനിഫെസ്റ്റേഷൻ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളൊരു സംശയം നിൽക്കുന്നിടത്താണ് ഈ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഗുരുക്കന്മാരത് പഠിപ്പിച്ച് തന്നു എന്ന് കരുതി നിങ്ങളത് 21 ഡേയ്സും 3 മന്ത്സും അതിന്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ രീതിയിൽ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പഠിച്ചത് വെറുതെ അല്ലേ, കൊടുത്ത ഫീസ് വെറുതെ ആയില്ലേ? ഇപ്പോൾ സെൽഫ് ഡൗട്ട് ഉള്ള ഒരാൾ, ഓവർ തിങ്കിങ് ഉള്ള ഒരാൾ മാമിന്റെ അടുത്ത് മണി മാനിഫെസ്റ്റേഷൻ പഠിക്കാൻ വേണ്ടി വരിക, എങ്ങനെ അവരെ കൈകാര്യം ചെയ്യും?